ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നാട്ടിൽ നിന്ന് UK ഒരു കമ്പനിയിൽ എങ്ങനെ ജോലി കണ്ടുപിടിക്കാമെന്നുള്ളതിനെക്കുറിച്ച് കുറേ വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കുറേ കമൻറ്റുകളുണ്ട്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ UK വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നേഴ്സസിൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ജോലികൾ കിട്ടി അവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്നുണ്ട്, സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്നുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ കുറേ ആൾക്കാർ ഇപ്പോഴ് UK വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ജോലി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ജോലി ലഭിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അവർ നമ്മളോട് പറഞ്ഞത്, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജോലി കിട്ടുന്നത്, എന്ത് ജോലിയാണ് കിട്ടുന്നത്, എന്ത് ജോലിയും ചെയ്യാൻ എല്ലാവർക്കും സമ്മതമാണ്. ഏതെങ്കിലും ഒരു ജോലി പെർമനൻ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് അവർക്ക് ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ UK ഇപ്പോൾ വരുന്ന ആൾക്കാർ, ഇനിയിപ്പോൾ നിങ്ങൾ UK വരാൻ ഡിപ്പെൻഡൻ്റായിട്ടൊക്കെ വരാനിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടം പോലെ ജോലിയാണ്, എവിടെ പോയി കഴിഞ്ഞാലും ജോലിയുണ്ട്. നിങ്ങൾ ലീഗലായിട്ടുള്ള ഒരാളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോൾ വിസിറ്റ് വിസയിലേക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. ഇല്ലീഗൽ ആയിരിക്കില്ല, നിങ്ങൾ ലീഗലായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ഒരാൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് 20 hours ഇവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എവിടൊക്കെ ജോലികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ UK ഉടനീളം ഇഷ്ടം പോലെ ജോലിയാണ്. ഞാൻ ഈ ഒരു വെബ്സൈറ്റ് കാണിച്ചു തരാം, കാരണം അതിനകത്തിൽ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ മിക്കവാറുമുള്ള കമ്പനികളിൽ എല്ലാം തന്നെ പാക്കിംഗ് ഓപ്പറേറ്റീവ്സിൻ്റെ ഇഷ്ടം പോലെ വേക്കൻസികളാണ്. UK എല്ലാ കമ്പനികളിലും ഇപ്പോഴ് ലൈനിൽ വർക്ക് ചെയ്യാനായിട്ട് ജോലികളുണ്ട്, വെയർഹൗസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ജോലികളുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനികളിൽ തന്നെ പല നമ്മൾ ഒന്നും പഠിക്കാത്തവർ, ഇപ്പം നാട്ടിൽ നിന്ന് നിങ്ങൾ ഡിപ്പെൻഡായിട്ട് വരികയാണ്. ഇപ്പം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടെക്നിക്കലായിട്ടുള്ള യാതൊരു പരിചയവുമില്ല, നിങ്ങൾ പഠിച്ചത് വേറെ കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ല. കാരണം UK കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് ആൾക്കാരെ കിട്ടാതെ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ബ്രെക്സിറ്റ് നടന്നതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് കൂടുതൽ ആൾക്കാരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലൈനിലാണെന്നുണ്ടെങ്കിലും പാക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള വെയർഹൗസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ വേക്കൻസികളാണുള്ളത്. ഞാൻ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്, Indeed.co.uk കാര്യം നമ്മൾ പറഞ്ഞാണ്. ആ ഒരു സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴ് പാക്കിംഗ് ഓപ്പറേറ്റീവ് എന്നൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു വെയർഹൗസ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് അതിന് പ്രത്യേക എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ലാത്തവർക്ക് കമ്പനിയിലെ ഒരു ജോലി, അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ ജോലികൾക്കും ഏകദേശം ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പോഴ് ഏപ്രിൽ മുതൽ ബേസിക് സാലറി എന്ന് പറയുന്നത് 950 ആവുകയാണ്. ഇപ്പം തന്നെ അവർ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം 891 ആണ് ഇവിടുത്തെ ബേസിക് സാലറി. പക്ഷേ 9 പൗണ്ടിൽ കൂടുതലാണ് എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്നത്. മാത്രമല്ല അത് പെർമനൻറ്റ് പൊസിഷൻ കൂടിയാണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുന്ന പെർമനൻ്റ് ആയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ കയറി പറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അവിടെ ജോലി ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ പല ബെനിഫിറ്റുകളും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. കാരണം സാധാരണ ഒരു കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഒരു നല്ല കമ്പനിയിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് സിക്ക് പേ ഉൾപ്പെടെയുള്ള എല്ലാ അലവൻസും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർഷത്തിൽ ഇത്ര ആഴ്ചത്തെ ആനുവൽ ലീവുകൾ കിട്ടും. ഇതെല്ലാം ഇൻക്ലൂഡാണ്. മിക്കവാറുമുള്ള എല്ലാ കമ്പനികളും ഏകദേശം 950 പൗണ്ട്, അതായത് 950 രൂപയാണ് ഒരു മണിക്കൂറിന് കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളിലും ഓവർ ടൈം ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഡിപ്പെൻഡായിട്ട് വരുന്ന ആൾക്കാർക്കായിരിക്കും. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ജോലി വേണമെങ്കിലും ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ UK തന്നെ പുതുതായിട്ട് വന്ന ധാരാളം ആൾക്കാർ നമ്മളോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു ജോലി കിട്ടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യണം. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇതുപോലുള്ള കമ്പനികളിൽ ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട്. പിന്നെ നേഴ്സിംഗ് ഹോമുകളുടെ കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നേഴ്സിംഗ് ഹോമുകളിലും അതുപോലെ തന്നെ NHS ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലുകളിലും ഒക്കെ ധാരാളം വേക്കൻസികളാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് കമ്പനിയിൽ ജോലി ചെയ്യാനാണ് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക. ഇതേ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. അവിടെ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കും. അപ്പോൾ ഞാൻ നേരെ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. കമ്പ്യൂട്ടറിൽ പോയിട്ട് ഏത് സൈറ്റാണ്, ഇൻഡീഡാണ്. ഇൻഡീഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യണത്. ഇതല്ല, നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകണം. ഇൻഡീഡിൽ നമ്മൾ ഗൂഗിൾ indeed.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ജോബ്സ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജോബ് ടൈറ്റിൽ നമ്മൾ ഇപ്പോഴേ പാക്കിംഗ് ഓപ്പറേറ്റീവ് എന്നാണ് അടിക്കാൻ പോകുന്നത്. പല ജോലികളുമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസും വേണ്ടാത്ത ഒരു ജോലിയാണ് ഈ പാക്കിംഗ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നിങ്ങൾ ഇനിയിപ്പോഴേ നിങ്ങൾക്കൊരു നിൽക്കുന്ന സ്ഥലത്താണ്, ഇപ്പം നിങ്ങൾ ഇവിടെ ഏത് സ്ഥലമാണ്, ലീഡ്സ് ആണോ, ലണ്ടൻ ആണോ, വെയിൽസ് ആണോ, അപ്പോൾ ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ ആ സ്ഥലം കൂടി നിങ്ങൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഫൈൻഡ് ജോബ് അടിക്കുക. കണ്ടല്ലേ, ഇപ്പം തന്നെ ഇവിടെ ഇഷ്ടം പോലെ വേക്കൻസികളാണ് വരുന്നത്. ഇത് സാധാരണ ഒരാൾക്ക് ഇപ്പം എന്താ പറയുക, UK വരുന്ന ഒരു ഡിപ്പെൻഡായിട്ട് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ ഈ ഒരു സൈറ്റിലേക്ക് പോയാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ കാണും. വെയർഹൗസ് ഓപ്പറേറ്റീവ്, പ്രൊഡക്ഷൻ വെയർഹൗസ് ഓഫീസർ, ഫുഡ് പ്രൊഡക്ഷൻ ഓപ്പറേറ്റീവ്, പിക്കർ ആൻഡ് പായ്ക്കർ. 11.83 ആണ്. നമ്മൾ ഇതെന്താ നിങ്ങളെ ഒന്ന് ആശിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് എല്ലായിടത്തും തന്നെ ഇതുപോലെ ഇഷ്ടം പോലെ വേക്കൻസികളാണ്. ഇത് വെയർഹൗസ് ഓപ്പറേറ്റീവ്, ഫുഡ് പ്രൊഡക്റ്റ് ഓപ്പറേറ്റീവ്, വെയർഹൗസ് ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണും. ഇതിങ്ങനെ നമ്മൾ 1 2 3 4 5 കുറേ പേജുകളുണ്ട്. ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണുന്നില്ലേ പാക്കിംഗ് ഓപ്പറേറ്റീവ്. നമ്മൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ റൈറ്റ് സൈഡിൽ വരും. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അർജൻറ്റ്ലി നീഡഡ് ആണ്. ഫ്ലെക്സിബിൾ ടു ചൂസ് ദി ഷിഫ്റ്റ്സ് യു വാണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവർ ഒരു പെർമനൻറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള ജോലികൾ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. എന്നിട്ട് എഴുതിയൊക്കെ കണ്ടില്ലേ, 1 to get paid for 40 hours week or 37.5. എങ്ങനെ വേണം, നമുക്ക് 40 hours ചെയ്യണമെങ്കിൽ 40 hours ചെയ്യാം. ഓവർ ടൈം പെയ്ഡ് ഉണ്ട്. 1.5 ടൈം ആൻഡ് ഹാഫ് ആണ് ഓവർ ടൈം ചെയ്യുന്നത്. ഇപ്പോൾ 40 hours നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി എത്ര ചെയ്യുന്നോ അതിന് മുഴുവനും നിങ്ങൾക്ക് ടൈം ആൻഡ് ഹാഫ് ആയിരിക്കും കിട്ടുന്നത്. ഇനിയും ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇതല്ലേ, സ്പീഡ് പാക്ക് ലിമിറ്റഡ് വെൽ എസ്റ്റാബ്ലിഷ്. അവിടെയാണ് ഈ സ്പീഡ് പാക്ക് ലിമിറ്റിലാണ് ഈ ജോലിയുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒക്കാഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വെയർഹൗസ് ഓപ്പറേറ്റർ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. ടെമ്പററി റോൾസ് എങ്ങനെ വേലും ഉണ്ട്. നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ജോലി വേണമെങ്കിൽ അതുണ്ട്. സാലറി അവർ പറഞ്ഞേക്കുന്നത് £10.52 up to 17.66. അത് നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ £10.52 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പം നമുക്ക് റോളിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം എന്താണ് അവർ നമുക്ക് ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത്. കമാൻഡ് വർക്ക് ഇൻ അവർ ഹൈ ടെക് വെയർഹൗസ് ഇൻ ഡോഡൻ. You don't need to have any previous experience to join our friendly team. Just bring yourself and a positive attitude and our award winning training team will do the rest. അതാണ് പറയുന്നത്. നമുക്ക് യാതൊരു എക്സ്പീരിയൻസും വേണ്ട. നമ്മൾ നല്ല ഒരു ഫ്രണ്ട്ലി വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളെ ചെന്നാൽ മതി. അവർ നമ്മളെ ട്രെയിൻഡ് ആക്കിയിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളിതെല്ലാം ഒന്ന് വേണമെന്ന് വായിച്ച് നോക്കാം. ഇവിടെ എല്ലാം തന്നെ ഇതിനകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷിഫ്റ്റ് ടൈമിങ്, നമ്മുടെ ഏതൊക്കെ ഷിഫ്റ്റിലാണ്, എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ബെനിഫിറ്റിനെ കുറിച്ച് കാര്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ, ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ ഇപ്പോഴും നിങ്ങൾ സ്റ്റോക്ക് കോൺട്രാക്റ്റിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഇവിടെ സിറ്റി എന്ന് പറഞ്ഞ സ്റ്റോക്ക് കോൺട്രാക്റ്റിലേക്ക് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മളിപ്പം ബൂസ്റ്ററിലാണല്ലോ. അപ്പോൾ നമുക്ക് ബൂസ്റ്ററിൽ നിന്ന് അടിച്ചു നോക്കിക്കോളാം എത്ര പേര് അല്ലെങ്കിൽ എത്ര സ്ഥലത്തുണ്ടെന്ന് നോക്കാൻ കഴിയില്ല. ബൂസ്റ്ററിലേക്ക് നമ്മൾ അടിക്കുമ്പോൾ ഫൈൻഡ് ജോബ് അടിക്കുകയാണ് കണ്ടോ. ഇവിടെ ഇത്രയും കമ്പനികളിൽ ജോലിയുണ്ട് കണ്ടോ. എവിടെ വേണമെങ്കിലും നമുക്ക്
ജോലി കിട്ടാനുള്ള ചാൻസാണ് ഉള്ളത്. അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇത് കമ്പനി വിസയൊന്നും കൊടുക്കത്തില്ല. ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഡിപ്പെൻഡായിട്ട് വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ UK ജോലി ഇല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് പറ്റുന്നത്. ഇനി ഇതിൻ്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഏജൻസിക്കാരോ വല്ലതും പറഞ്ഞാൽ അങ്ങനെയൊന്നും വരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യരുത്. കാരണം ഇത് വെയർ ഹൗസിൽ അല്ലെങ്കിൽ കമ്പനികളിൽ ഉള്ള ഈ ഒരു സാധാ ജോലികളാണ്. ഇതിന് ഇപ്പോഴേ കറൻ്റലി അവർ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വിസയൊന്നും കൊടുത്തുകൊണ്ട് ആരെയൊന്നും കൊണ്ടുവരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കബളിപ്പിക്കലൊന്നും നിങ്ങൾ പോകരുതെന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം പല ആൾക്കാരും നമ്മളുടെ വീഡിയോ കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. നമ്മൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.